ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേരാണ് സെബാസ്റ്റ്യൻ. ഈ വ്യക്തിക്ക് 68 വയസ്സുണ്ട് ഇപ്പോൾ. ഓക്കെ, കയ്യിലിരിപ്പ് അത്ര ശരിയല്ല, വെടിപ്പല്ല എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് കോണ്ടന്റ് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ സെബാസ്റ്റ്യൻ ഒരു സ്ഥലക്കച്ചവടക്കാരനാണ്, ലാൻഡ് ബ്രോക്കർ. ഈ സ്ഥലക്കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ മറച്ചടി തിരിച്ചടി വാങ്ങി കൂട്ടിവിക്കൽ അങ്ങനത്തെ പരിപാടിയല്ല. ഏതെങ്കിലും ഒരു സ്ത്രീ വീട്ടുകാരിൽ നിന്ന് വേർപെട്ട് ഒറ്റയ്ക്ക്, അവർക്ക് കുറച്ച് സ്വത്തും മുതലൊക്കെ ഉണ്ട്, അവരങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീകളെ ഏതെങ്കിലും വിധേന സമീപിച്ച് അവരെ പറ്റിച്ച്, അത് ഏത് രീതിയിലും പറ്റിക്കാം കേട്ടോ. കല്യാണം ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് പറ്റിക്കാം, ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി പറ്റിക്കാം. അങ്ങനെയൊക്കെ അവരെ പറ്റിച്ച് അവരുടെ സ്ഥലവും സ്വത്തും സ്വർണവും അടിച്ച് മാറ്റി അവരെ കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കി കുഴിച്ചിട്ട് അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു തരം പ്രത്യേക ലാൻഡ് ബ്രോക്കർ, സ്ഥലക്കച്ചവടക്കാരൻ. അപ്പോൾ സംഗതി നടക്കുന്നത് ആലപ്പുഴ ചേർത്തലയിലാണ്. ഓക്കെ, ഈ ആലപ്പുഴ ചേർത്തലയിൽ 2006 മുതൽ 2025 വരെ, ഓക്കെ, 40 മുതൽ 50 വയസ്സ് വരെ പ്രായത്തിൻ്റെ ഇടയിലുള്ള ഇതേപോലെ കല്യാണം കഴിഞ്ഞ് വീട്ടുകാരെയായിട്ട് മാറി നിൽക്കുന്ന 4 സ്ത്രീകൾ കാണാനില്ല. അവരുടെ ഒരു ഡീറ്റെയിൽസ് ഇല്ല. ഈ ഒരു ടൈം ഗ്യാപ്പാണ് 2006 മുതൽ 2025 വരെ. അപ്പോൾ അത് ഈ കോട്ടയം ഏറ്റുമാനൂർക്കാരനായ സെബാസ്റ്റ്യൻ, ഈ സെബാസ്റ്റ്യനെ ഒരു കേസിൽ പോലീസുകാർ പൊക്കുകയാണ്. ആ കേസിൽ പൊക്കിയതിനെ തുടർന്ന് കുറച്ചധികം ഇൻവെസ്റ്റിഗേഷൻ പോലീസുകാർ നടത്തിയ സമയത്താണ് മനസ്സിലായത് ആ ഒരു പെർട്ടിക്കുലർ കേസ് മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പല ഇതേപോലുള്ള മിസ്സിംഗ് കേസുകളുടെ പിന്നിലും സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ലിങ്ക് കിടക്കുന്നുണ്ട് എന്നുള്ളത്. ചിലർ പറയുന്നുണ്ട് ദിസ് ഈസ് സിമിലർ ടു ധർമ്മസ്ഥല എന്നുള്ളത്. പക്ഷേ ധർമ്മസ്ഥല ഈസ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കേസാണ്. ഇത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഈ സെബാസ്റ്റ്യനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത കേസ് ജൈനമ്മ എന്നു പേരുള്ള 56 വയസ്സുള്ള ഏറ്റുമാനൂർ സ്വദേശി, ഇവർ 2024 ഡിസംബറിലാണ് കാണാതായത്. കേസ് അന്വേഷിച്ചത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഈ ജൈനമ്മയുടെ തിരോധാനം അന്വേഷിച്ച സമയത്ത് ഇവർ കാണാതായ സിറ്റുവേഷൻ, അതിൻ്റെ ലീഡ്സ്, ഇതെല്ലാം കൊണ്ടുപോയി നിന്നത് സെബാസ്റ്റ്യനിലേക്കാണ്. സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ ചുറ്റളവിലെത്തിയപ്പോൾ ജൈനമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നു. രണ്ടുപേരും ഒരേ ടവർ ലൊക്കേഷനിലെത്തുന്നു. പിന്നെ ജൈനമ്മയും ഈ പറഞ്ഞ സെബാസ്റ്റ്യനും തമ്മിലുള്ള അവരെ ഒപ്പം കണ്ടവർ അല്ലെങ്കിൽ അവരുടെ റിലേഷൻ അറിയുന്നവർ ഈ രീതിയിൽ ആളുകളെ അവരെന്ത് ചെയ്തു, അപ്രോച്ച് ചെയ്തു. എന്നാലും സെബാസ്റ്റ്യൻ സമ്മതിച്ചിരുന്നില്ല ജൈനമ്മയെ എന്ത് ചെയ്തു എന്നുള്ളത്. ഇതിനുശേഷം ഏത് കള്ളനും ഒരിക്കലും പിടിക്കുന്നു പറയില്ല. ഈ സെബാസ്റ്റ്യൻ അയാളുടെ അതിബുദ്ധിയാണ്. ഇയാൾ എന്ത് ചെയ്തു, ഈ ജൈനമ്മയുടെ ഫോണ് ഒരു ദിവസം ഓണാക്കി. ഇത് ഈരാറ്റുപേട്ടയുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഓണാക്കി കളഞ്ഞു. ഈ ഓണാക്കിയതോട് കൂടിയിട്ട് ഈ CCTV ക്യാമറയിൽ ജൈനമ്മയുടെ ഫോൺ ഓണായ ലൊക്കേഷൻ ട്രേസ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഈ CCTV ക്യാമറ ഫുട്ടേജ് പോലീസുകാർക്ക് കിട്ടുന്നു. അത് മാത്രമല്ല, ജൈനമ്മയുടെ സ്വർണം കൊണ്ടുപോയിട്ട് ഇയാൾ പണയം വെച്ചതിൻ്റെ ഡീറ്റെയിൽസും കേരള പോലീസിന് കിട്ടുന്നു. അവിടെ തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് വന്ന് നിൽക്കുന്നത് എവിടെ അറിയാം നിങ്ങൾക്ക്? ഒരു സീരിയൽ കില്ലർ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇതിലാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, 68 വയസ്സുള്ള ഈ ചെങ്ങാതി ഇതേപോലെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന, മക്കളടുത്ത് നിന്ന് മാറി നിൽക്കുന്ന, ഹസ്ബൻഡ് ഇല്ലാതെ മാറി നിൽക്കുന്ന സ്ത്രീകളെ, അതും സ്വത്തും പണവും സ്വർണവുമുള്ള സ്ത്രീകളെ പല രീതിയിൽ അപ്രോച്ച് ചെയ്ത് കൊന്ന് വെട്ടിക്കൂട്ടി. അയാൾക്കൊരു 2 ഏക്കറും ചില്ലറയുള്ളൊരു സ്ഥലമുണ്ട്, അതിൻ്റെ സെൻട്രലായിട്ടൊരു വീടുണ്ട്, ആ ചുറ്റുവട്ടം മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്, 3 കുളമുണ്ട്, ചതുപ്പുണ്ട്. തട്ടി വീടിനകത്ത് പുതിയ ടൈലും ഗ്രാനൈറ്റും ഇട്ടിട്ടുണ്ട്. പല രീതിയിലുള്ള ദുരൂഹതയാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ 4 സ്ത്രീകളുടെ തിരോധാനമാണ് ഇപ്പോൾ വിഷയമായിട്ടുള്ളത്. ഈ 4 സ്ത്രീകൾ 2006 മുതൽ 2025 ഗ്യാപ്പിൽ കാണാതായ വ്യക്തികളാണ്. ഓക്കെ, ഇതിലാദ്യം
ഫോട്ടോയിലുള്ള ആളെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്ത് കാണിക്കാം. 47 വയസ്സുള്ള ബിന്ദു പത്മനാഭൻ. ഇവർ കാണാതാവുന്നത് 2006 ചേർത്തല സ്വദേശിനിയാണ്. ഇവർ കുടുംബമായിട്ട് അത്ര നല്ല ടേംസിലൊന്നും ആയിരുന്നില്ല. ഇവൾക്ക് കോടികളുടെ സ്വത്തുണ്ട്. ഇവർ വീട്ടുകാരിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന ഒരു ലേഡി ആയിരുന്നു. ഇവർ 2006 കാണാതായിട്ട് ഇവരെക്കുറിച്ചുള്ള ഒരു വെയറബോട്ട്സും ആർക്കും അറിയില്ല, ഒരു കംപ്ലൈൻറ്റും ആരും ചെയ്തതുമില്ല. 2006 കാണാതായ ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്നുള്ള കംപ്ലൈൻറ്റ് സഹോദരൻ കൊണ്ടുപോയി കൊടുക്കുന്നത് 2017. അന്ന് സഹോദരൻ, ബിന്ദുവിൻ്റെ സഹോദരൻ ഈ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കാരണം ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ലേഡിയുടെ കയ്യിൽ നിന്ന് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് ആലുവ ഭാഗത്തുള്ള എത്രയോ ഒരു വലിയ വസ്തു അയാളുടെ പേരിലേക്ക് മാറ്റി എന്നിട്ട് മറച്ചു വിട്ടു. ബിന്ദു പത്മനാഭന്റെ തിരോധാനം 2006 ചേർത്തല സ്വദേശി 47-കാരി ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നു, കുടുംബവുമായി ബന്ധമില്ല, കോടികളുടെ സ്വത്തിന് ഉടമ, MBA കഴിഞ്ഞ ആളാണ്. ബിന്ദുവിനെ കാണാതായ പരാതി കിട്ടുന്നത് 10 വർഷങ്ങൾക്ക് ശേഷം 2017. പരാതി ലഭിക്കാൻ വൈകിയത് അന്വേഷണത്തിന് വെല്ലുവിളിയായി. ബിന്ദുവിന്റെ സ്വത്ത് സെബാസ്റ്റ്യൻ മറിച്ചുവിറ്റതായി പിന്നീട് കണ്ടെത്തി. ഇതിൽ സംശയം തോന്നിയിട്ടാണ് ഈ ബിന്ദുവിൻ്റെ ബ്രദർ കൊണ്ടുപോയിട്ട് 2017 കേസ് കൊടുക്കുന്നത്. അതിൽ പോലീസുകാർ ഈ സെബാസ്റ്റ്യനെ കുറേ ചോദ്യം ചെയ്തു, കാര്യങ്ങൾ നോക്കി, ഒരു തുമ്പും കിട്ടിയില്ല, എവിടെയും കാര്യങ്ങൾ എത്തിയില്ല. ആ കേസ് അങ്ങനെ അട്ടത്ത് കയറിയിരുന്നു. ഇതിന് ശേഷം ദ വെരി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ആയിഷ, 54 വയസ്സുള്ള ആയിഷ. ഇത് മകളുടെ പരാതിയാണ് ചെന്നിട്ടുള്ളത്. 2019 ജില്ലാ ക്രൈംബ്രാഞ്ച് ആണ് ഏത് ചെയ്തത്, ഈ ഒരു പെർട്ടിക്കുലർ കേസ് എന്ത് ചെയ്തേ അന്വേഷിച്ചിട്ടുള്ളത്. അന്ന് ഈ ഒരു കേസിനകത്തും പോലീസുകാർക്ക് സെബാസ്റ്റ്യൻ്റെ റോള് കണ്ടെത്താൻ പറ്റിയിരുന്നു. കാരണം സെബാസ്റ്റ്യനും ഈ ആയിഷയും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ആയിഷ എന്ന് പറഞ്ഞ വ്യക്തിയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തി കൊടുത്തൊരു ലേഡി ഉണ്ടെന്നും പലരും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു വേർഷൻ പലരും പറയുന്നുണ്ട്. അതല്ലാതെ ഈ ആയിഷയുടെ ഒരു വസ്തു ഇതേപോലെ സെബാസ്റ്റ്യൻ ആദ്യം അപ്രോച്ച് ചെയ്തു, പിന്നെ കൈവശപ്പെടുത്തി എന്നുള്ളതും പലരും പറയുന്നുണ്ട്. ആയിഷ ആയിട്ടും ഒരു ലിങ്ക് പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. 2020 സിന്ധു, 43 വയസ്സ്, ഒക്ടോബറിൽ കാണാതായതാണ് ഇവൾ. മകളുടെ വിവാഹ തലേ ദിവസം, നിശ്ചയം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഇവരെ കാണാതായത്. പക്ഷേ ഇവരുടെ കേസുമായിട്ട് സെബാസ്റ്റ്യന് ലിങ്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോലീസിന് പറ്റിയില്ല. ബട്ട് സ്റ്റിൽ അണ്ടർ പെൻഡിങ് ആണ്. കാരണം അതും ആ ഏരിയയിൽ നിന്ന് കാണാതായ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ജൈനമ്മ, 2024 ഡിസംബറിൽ കാണാതായ ജൈനമ്മ, 56 വയസ്സുകാരിയുടെ കേസിലാണ് ഈ സെബാസ്റ്റ്യനെ ഫോളോ ചെയ്തു പോയ പോലീസുകാർക്ക് സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ നിന്ന് 10-20 എല്ലും കഷ്ണം കിട്ടുകയാണ്. അത് കത്തിച്ച എല്ലും കഷ്ണവും കാര്യങ്ങളുമായിട്ട്. ആ എല്ലും കഷ്ണം കിട്ടിയതിൽ തന്നെ പല്ലിൻ്റെ മുകളിലിട്ടൊരു ക്യാപ്പ് ഉണ്ട്, ഒരു പല്ലുണ്ട്, അതിൻ്റെ മുകളിലിട്ടൊരു ക്യാപ്പിൻ്റെ കഷ്ണം കിട്ടുകയാണ് അവർക്ക്. അപ്പോൾ ജൈനമ്മയുടെ വീട്ടുകാർ പറയുന്നുണ്ട് ക്യാപ്പില്ല, ജൈനമ്മയ്ക്ക് വായിൽ പല്ല് ക്യാപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആയിഷ, 54 വയസ്സ്, 2012 മെയ്യിൽ കാണാതായ അവർക്ക് സെബാസ്റ്റ്യനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിരുന്ന ഈ ആയിഷ കാണാതായ അവർക്ക് വായിൽ ക്യാപ്പ് ഉണ്ട് പല്ലിന്. ആയിഷയുടെ തിരോധാനം. 54 വയസ്സുള്ള ആയിഷ ഒറ്റയ്ക്കായിരുന്നു താമസം, കുടുംബവുമായി അകന്നാണ് കഴിഞ്ഞത്. 2012 മെയ് 12 ആയിഷയെ കാണാതായത്. മക്കളുടെ പരാതിയിൽ ആദ്യം കേസ് അന്വേഷിച്ചത് ചേർത്തല പോലീസാണ്. 2019 ജില്ലാ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറി. ആയിഷയും സെബാസ്റ്റ്യനും തമ്മിൽ ബന്ധം ഉണ്ടെന്ന് പിന്നീട് കണ്ടെത്തി. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു, എന്നാൽ തെളിവ് ലഭിച്ചില്ല. അന്വേഷണം വഴിമുട്ടി. ഇന്ന് ഈ സെബാസ്റ്റ്യൻ്റെ വീടും ചുറ്റുപാടും മൊത്തം ഇവരെന്ത് ചെയ്തു, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ വെച്ച് പോലീസുകാർ അരിച്ച് വെറുക്കി കുഴി തോണ്ടി എടുത്തപ്പോൾ കൂടുതൽ അസ്ഥികൾ കിട്ടും. ആരെയൊക്കെ ഇയാൾ തട്ടി എവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ടാവും. നമ്മളെ നാട്ടിൽ നടക്കുന്ന ധർമ്മസ്ഥലം വരെ പോകണ്ട, ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ നമ്മൾ ചിന്തിക്കാത്തൊരു ഏജ് കാറ്റഗറിയിൽ പെട്ടൊരു വ്യക്തി, അയാൾ നടത്തിയ പരിപാടികളാണ് ഇതൊക്കെ. എന്താണെങ്കിലും നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ ഇപ്പോൾ കിട്ടി എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ഇതിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവൻ്റെ ഒരു മോഡസ് ഉണ്ട്, മനസ്സിലായോ? ഈ സെബാസ്റ്റ്യൻ ഒരു തരം മോഡസ് ഉണ്ട്. ഇന്നിപ്പോൾ 1-2 വയസ്സായ സ്ത്രീകൾ വന്നിട്ട് അവരെ ഇവൻ അപ്രോച്ച് ചെയ്തൊരു മോഡസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ ഇവിടെ സ്ഥലം നോക്കാൻ വന്നു, റിയൽ എസ്റ്റേറ്റായിട്ട് സ്ഥലം നോക്കാൻ വന്നു. അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു.
പുള്ളി ആൾക്കാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറമ്പത് വെച്ചു. പക്ഷെ ആരും വന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് കല്യാണാലോചനയും കൊണ്ട് വന്നത്. ചേച്ചിയെ കല്യാണം ആലോചിക്കാനായി എത്തിയിരുന്നു. എത്തി. അത് കഴിഞ്ഞിട്ട് കല്യാണം ആലോചിച്ചപ്പോൾ ഈയുടെ പറച്ചിൽ നിന്നൊക്കെ പരസ്പര വിരുദ്ധം കണ്ടു. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മപരം അറിയാൻ തിരുനെല്ലപ്പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു. അച്ഛനിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി കല്യാണാലോചനയും കൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലറിയിക്കാം, എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ അവരെ വരുത്താം, വന്നിട്ട് അവരാലോചിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ പുള്ളി പോയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ഞങ്ങളെ ബന്ധവുമില്ല. അതായത് സഹോദരങ്ങളെ ബന്ധം അറിയിക്കും, 7 ആങ്ങളമാരെ ബന്ധം അറിയിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവരെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ സെബാസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത്രയും ആൾക്കാരുണ്ട്, വരും, വന്നാൽ ഈയുടെ വെളച്ചിലൊന്നും നടക്കുകയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വന്നിട്ടില്ല. ഈ ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചല്ലേ ആ സ്ഥലം വൃത്തിയാക്കാനൊക്കെ നിന്നിരുന്നത്? അതെ, അത് ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോഴാണ്. എന്തായിരുന്നു അന്നുണ്ടായത്? അല്ല, ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോൾ അവർ JCB വിളിച്ച് സ്ഥലം തെളിപ്പിച്ചു. മാവേന്ന് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയി. ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നേ ഉള്ളൂ. അന്ന് ഈ റോസ്മി ചേച്ചിയുടെ സ്ഥലം തന്നെയായിരുന്നു അല്ലേ വൃത്തിയാക്കിച്ചത്? അതെ, എൻ്റെ പറമ്പായിരുന്നു. അതാ വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇവിടെ വന്നത്, റിയൽ എസ്റ്റേറ്റാന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. പിന്നെ അത് വൃത്തിയാക്കിയതും മാങ്ങ പറിച്ചുകൊണ്ട് പോയതൊക്കെ അന്ന് 2 പേരും ഇവിടെ വയ്യോളം ഉണ്ടായിരുന്നെന്നാണ് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞേ. ഞാൻ ഐഷയോട് ചോദിച്ചിട്ടുണ്ടല്ലോ മാങ്ങ പറിച്ച കാര്യമൊക്കെ. ഐഷ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പറഞ്ഞു. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ സൗഹൃദം ഉണ്ട്. ഉള്ളതുകൊണ്ടല്ലേ അത്രയും തൻ്റെ അടുത്തല്ലേ ചെയ്തേ. അവർ തങ്ങളിലുള്ള ലോഹ്യത്തിൻ്റെ കൂട്ടത്തിൽ അവർ വന്നു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് കയറി തെളിച്ചു, മാങ്ങായും പറിച്ചു, അവരുടെ സ്വന്തം പോലെ കൈകാര്യം ചെയ്തു പോയി. അപ്പം അവർ തങ്ങളിൽ അത്ര ഒരു സ്നേഹബന്ധം ഉണ്ടായിട്ടല്ലേ ചെയ്തേ. ഈ പണമിടപാടും ഐഷ കാണാതാകുന്നത് ഞായറാഴ്ചയാണ് അല്ലേ? അപ്പോൾ ആ ദിവസം വിളിച്ചിട്ടുള്ള ഒരാള് റോസ്മി ചേച്ചിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. കോള് വന്നതേ ഉള്ളൂ, ഞങ്ങൾ മിണ്ടിയില്ലല്ലോ. എന്തുകൊണ്ടാണ് കോൾ എടുക്കാൻ പറ്റാതിരുന്നത്? ഐഷ എല്ലാവർക്കും വേറെ ആയിരിക്കും വിളിച്ചത്. ഐഷയുടെ ഫോണിൽ നിന്ന് വേറെ ആയിരിക്കും വിളിച്ചത്. ഐഷ ആയിരുന്നെ പറഞ്ഞേനെമായിരുന്നു, അല്ലെങ്കിൽ ഐഷയ്ക്ക് എന്നേലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചത്. എത്ര മിസ് കോൾ ഉണ്ടായിരുന്നു അന്ന്? ഞാൻ വരുമ്പോൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ 3 കോളുണ്ട്. തിരിച്ചു വിളിച്ചു ഐഷനെ? ഞാൻ തിരിച്ചു വിളിച്ചു. അന്നേരം തൊട്ടേക്ക് പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. പിറ്റേ ദിവസവും വിളിച്ചു, അതിൻ്റെ പിറ്റേ ദിവസവും വിളിച്ചു. അങ്ങോട്ട് കോള് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പൊ റോസമ്മ എന്ന് പേരുള്ള ലേഡിയെ ഇയാള് ആദ്യം സ്ഥലക്കച്ചവടക്കാരനായി വന്നതിന് ശേഷം ഇയാൾക്ക് മനസ്സിലായി ഇവർക്ക് സ്ഥലവും സ്വത്തും ഉണ്ട്, സ്വർണവും പണ്ടവും കയ്യിലുണ്ട്, എന്നാൽ വീട്ടുകാരും കുട്ടികളുമായിട്ട് അത്ര നല്ല ടേംസിലല്ല എന്ന് മനസ്സിലായപ്പോൾ അത് നല്ല ഇയാൾക്ക് പറ്റിയ ഇരയാണെന്ന് കണ്ട സമയത്ത് കല്യാണ ആലോചനയായിട്ട് ചെന്നപ്പോൾ ഇവർ ജസ്റ്റ് എസ്കേപ്പാണ്. വള്ളിയിലച്ഛനോടും നാട്ടുകാരോടും ചോദിച്ച സമയത്ത് ഇയാളെ കുറിച്ച് അറിഞ്ഞു ജസ്റ്റ് എസ്കേപ്പ്. കാരണം നാട്ടുകാർക്ക് ചില ആളുകൾ നല്ലൊരു അഭിപ്രായം ഇയാളെ കുറിച്ച് പറയുന്നുണ്ട്, ചിലർ ഇയാൾ ഉടായിപ്പാന്നും പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടോ ഇവർ പോയി അന്വേഷിച്ച പള്ളിയിലും അച്ഛനും ഇവർ അത്ര ഇയാൾ പറഞ്ഞ കാര്യവും അവിടെ പോയി അന്വേഷിച്ച കാര്യവും മാച്ച് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ എസ്കേപ്പ് അടിച്ചു. പക്ഷേ ഇവർക്ക് ഒരു കാര്യം അറിയാം, അന്ന് ഇവരുടെ വീട്ടിൽ ഈ പരിപാടിക്ക് വന്ന സമയത്ത് കല്യാണാലോചനയും പണിയും പരിപാടിയൊക്കെ ആയിട്ട് വന്ന സമയത്ത് ഐഷ 2012 കാണാതായ ഐഷ ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ഒരു മോഡസ് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് തന്നെയാണ് ഈ ഒരു കേസിനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. മനസ്സിലായോ? ഇനി ഈ ഐഷയുടെ തന്നെ ഫാമിലിയിൽ ഒരാൾ പറയുന്നുണ്ട് ഈ ഐഷയെ ഈ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തി കൊടുത്തത് ഒരു ലേഡിയാണെന്നുള്ളത്. ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ആൾ വീട്ടിൽ ആഹാരം വെച്ചിട്ട് പോയ ആൾ പെട്ടെന്ന് മിസ്സിങ് ആകുന്നു. സെബാസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ ഈ റൂട്ട് നടക്കുന്നതാണ്. സെബാസ്റ്റ്യൻ വരുന്നുണ്ട്, സെബാസ്റ്റ്യൻ അവിടെ ബന്ധമുണ്ട്. പക്ഷേ ഐഷയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമെന്ന് പറയുന്നത് വസ്തുതാർഹമാണ്. ഐഷയായിട്ട് ബന്ധമില്ല, ബന്ധമുള്ള ആൾക്കാരാണ് ഈ ഐഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പോൾ 2012 നടന്ന സംഭവമാണ്, 13 വർഷമാണ്. സെബാസ്റ്റ്യൻ ആണെന്നാണ് സംശയം തന്നെ, ഞങ്ങൾക്ക് ആ സംശയം സെബാസ്റ്റ്യനെ തന്നെയാണ്. അത് ഇവിടുന്ന് കിട്ടിയ വേസ്റ്റ് ഞങ്ങളുടെ അപ്പച്ചിയുടെ ആണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, അതാകാനുള്ള സാധ്യത എന്ന് പറയുന്ന ഒരു വെപ്പോലും ഉണ്ടായിരുന്നു അപ്പച്ചിക്ക്. ആ വെപ്പോലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ ആൾക്കാർ വരുന്നത്. കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അല്ല, ഒരു 4-5 പേർ ചേർന്ന്, ഇതിലാണുണ്ടാവാം പെണ്ണുണ്ടാവും, ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറി ആവും. ഇവർ എല്ലാവരും കൂടി ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത സ്വത്തടിച്ച് മാറ്റാനും ബാക്കി പരിപാടിക്കും വേണ്ടി ചെയ്ത പരിപാടിയാണോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഈ സെബാസ്റ്റ്യൻ്റെ വീട് ഫ്ലോറൊക്കെ ഇപ്പോൾ ഗ്രാനൈറ്റ് ഇട്ട് ഇപ്പോൾ റീസെൻ്റ്ലി റെഡിയാക്കി എന്ന് പറയുന്നുണ്ട്. ചില റൂമിനകത്ത് നിറച്ച് കോണ്ടക്റ്റിൻ്റെ പാക്കറ്റ് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. രക്തക്കറ കണ്ടവരുണ്ട്, പഞ്ചായത്ത് മെമ്പർ അടക്കം പലരും. ഭയങ്കര ദുരൂഹമാണ്, അടിമുടി ദുരൂഹതയാണ് ഈ സെബാസ്റ്റ്യൻ്റെ വീടും
ചുറ്റുപാടും സെബാസ്റ്റ്യനെയും ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. 68 വയസ്സുള്ള ഒരാൾ, അതായത് ഒരു 10 കൊല്ലം ബാക്കിങ്, ഒരു 20 കൊല്ലം ബാക്കിൽ, 2006 എന്ന് പറയുമ്പോഴത്തേക്ക് 2025 20 കൊല്ലം ബാക്കിലാണെന്നുണ്ടെങ്കിൽ പോലും അയാൾ ആ ഒരു ഫേസിൽ, അയാളുടെ ഒരു ഈ പറഞ്ഞ 10, 40, 30-ൻ്റെയൊക്കെ ഫേസ് മുതൽ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ പരിപാടികൾ ചെയ്ത് നമ്മളെ നിയമത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഒരു റിയൽ ഒരു സൈക്കോ സാധനം തന്നെയാണ് ഇവിടെ ബിൽഡായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ കേസ് വന്ന സമയത്ത്, ആദ്യത്തെ ബിന്ദു പത്മനാഭൻ്റെ കേസ് 2017 വന്ന സമയത്ത് തന്നെ അന്വേഷിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ 2020 സിന്ധു അല്ലെങ്കിൽ 2024 ജൈനമ്മ കേസിലേക്ക് ഇയാൾ പോവില്ലായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പോലീസുകാർ ഡ്രോപ്പ് ചെയ്ത ആ ഒരൊറ്റ കേസ് കാരണം ഇയാൾ വീണ്ടും ഇയാളുടെ പരിപാടികൾ, ഇത് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ പുറത്തു വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം അസ്ഥികൾ കിട്ടുന്നുണ്ട് അവിടുന്ന്. ഈ വീടിനകം കുഴിച്ചു നോക്കുമ്പോൾ അവിടുന്ന് എത്ര കിട്ടുമെന്ന് അറിയില്ല. കുളത്തുനിന്നും ചതുപ്പൊന്നുമായിട്ട് പലതും കിട്ടുന്നുണ്ട്. ആളുകളെ വെട്ടിക്കൂട്ടി കുളത്തിൽ അപ്പുറത്തുള്ള മീൻ തിന്നാൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പല രീതിയിൽ നമ്മൾ കേട്ടാൻ ഞെട്ടുന്ന കേസുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേർത്തല, ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തെങ്ങാണ്ടാണ് ഇയാളുടെ വീടുള്ളത്. ഓക്കെ, എന്താണെങ്കിലും സൂക്ഷിക്കാൻ നല്ലതൊന്നും പറയല്ലേ. നമ്മുടെ ചുറ്റുപാടിലൊക്കെ പല സോഫ്റ്റ് ടാർഗറ്റ്സിനെയും തപ്പിയിട്ട് പല ഇതിപ്പോൾ നോക്ക് നിങ്ങൾ, ഇയാൾക്ക് ഇപ്പോൾ 68 വയസ്സ്, 20 കൊല്ലം മുന്നേ അയാൾക്ക് 48 വയസ്സ്, 48-50 വയസ്സ് മുതൽ ഇയാൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ളത് എനിക്ക് അത്ര കൺവിൻസിങ് അല്ല. മേ ബി ഇയാളുടെ കൂടെ ആളുകളുണ്ടാവും. അതും സ്വർണം, ലാൻഡ്, അതായത് ഇയാൾക്ക് എന്തിനോടാണ് ഭ്രമം എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് ഒരുപാട് സ്വർണവും സ്വത്തും ഉണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുക, എന്നിട്ട് ആ സ്വർണവും സ്വത്തും അടിച്ചു മാറ്റുക. കാരണം അവരോടൊന്നും പിന്നെ ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ. വീട്ടുകാരും ചോദിക്കാൻ വരില്ല, കൂട്ടക്കാരും ചോദിക്കാൻ വരില്ല. കാണാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാശിക്കോ രാമേശ്വരത്തോ പോയി എന്ന് പറയാം. മനസ്സിലായില്ലേ? അത് കൃത്യമായി പഠിച്ച് എക്സിക്യൂട്ട് ചെയ്ത് ആളുകളെ തട്ടുന്ന സൈക്കോ കില്ലർ നമ്മളെ നാട്ടിൽ തന്നെ ഇതൊക്കെ നടക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ്